Yeah, again, it's me Simon. It's me Simon യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നിപ്പം മോർണിംഗ് വാക്കിനിടയിൽ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോഴേ അയാളുടെ ഡയബറ്റിക് ടെസ്റ്റ് ചെയ്തു, ഒത്തിരി കൂടുതലാണ്, നടക്കാൻ വന്നതാണ്, നടക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാബിൽ ടെക്നീഷ്യൻ പറഞ്ഞെന്ന്, അതായത് നിങ്ങൾ ഇപ്പോൾ ഗുളിയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നടന്നാൽ മതി, അല്ല എക്സസൈസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞെന്ന് പറയും. ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ആ ടെക്നീഷ്യൻ പറഞ്ഞത് ശരിയാണ്, എക്സസൈസും ഡയബറ്റിക്കും ഒക്കെ ഉണ്ടേ മതി. ഞാനൊരു ലിവിങ് എക്സാമ്പിളാണ്. എനിക്ക് 33 വർഷമായി ഡയബറ്റിക് ഉണ്ട്. ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ചെറിയ ടെസ്റ്റ് ഗുളിക വേണം നിർത്താമെന്നാണ് ഡോക്ടർ പറഞ്ഞ്. എന്നാലും ഒരു 3 മാസം കൂടെ കഴിക്കുമെന്ന് പറഞ്ഞു. ചെറിയ ഗുളികളാണ്, ഒക്കെ ഉണ്ട്. എനിക്ക് ഡയബറ്റിക്കും പ്രഷറും ഉണ്ടായിരുന്നു, എല്ലാം നോർമലാണ് ഇപ്പോൾ വർഷങ്ങളുമായിട്ട്. ഇപ്പം ഡയബറ്റിക് കഴിഞ്ഞ പ്രാവശ്യം 110 120 ആയിരുന്നു. വേണേൽ ടാബ്ലറ്റൊക്കെ നിർത്താവുന്ന അവസ്ഥ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 3 മാസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തിട്ട് നിർത്തണം, വേണ്ടി ഒന്ന് ആലോചിക്കാവുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു നോബിൾ ഫ്രണ്ടാണ്. നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തനായ സുഹൃത്താണ്. ഒരാൾ ഡയബറ്റിക് പേഷ്യൻ്റായി എന്നറിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫുഡ് നിയന്ത്രിക്കണം. അല്പം ഒരു 22 മിനിറ്റ് കണ്ടിന്യൂസ് നടക്കണം, വിത്തൗട്ട് എനി ബ്രേക്ക്. 22 minutes. I'll do some exercises. അത് നമുക്കറിയാം, ഇഷ്ടമുള്ള സിമ്പിളായാലും മതി. നമ്മുടെ ബോഡിയിലെ മസിൽസൊക്കെ ഒന്ന് ഇളകണം, അത്രേ ഉള്ളൂ, ചെറിയ രീതി. ഇതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ അഡ്വൈസ്, ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഡയബറ്റിക് ആയപ്പോഴേ ഞാൻ നല്ലൊരു ക്വാളിഫൈഡ് ഡോക്ടറെ കണ്ടു, അദ്ദേഹത്തിൻ്റെ അഡ്വൈസസ് മേടിച്ചു. ഇന്ന് വരെ ഇപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു അഡ്വൈസസ് ഉണ്ട്. ഒരു എന്നുവെച്ചാൽ ഇതൊരു നോബൽ രോഗമാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ സൂക്ഷിച്ചാൽ അവൻ നല്ല സുഹൃത്താണ്. നമ്മളെ പഞ്ചസാരയൊന്നും കഴിപ്പിക്കാതെ, പഞ്ചസാരയൊക്കെ എടുക്കണ്ട, അധികം വാരി വലിച്ച് തിന്നണ്ട, ഇതൊക്കെ നമുക്ക് തരുന്ന നിർദ്ദേശം തരുന്ന നല്ലൊരു കൂട്ടുകാരൻ. പക്ഷേ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂട്ടുകാരന് കുഴപ്പമുണ്ട്. നമ്മുടെ ആന്തരിക അവയവങ്ങളെ അവൻ കയറി ബാധിക്കും. നമുക്ക് ഫിസിക്കലി കുഴപ്പമൊന്നുമില്ല, പക്ഷേ പരിശോധിച്ച് ചെല്ലുമ്പോൾ പറയുമോ കിഡ്നിക്ക് ശകലം പ്രോബ്ലം തുടങ്ങിയല്ലോ, അല്ലെങ്കിൽ ശകലം ആ പ്രശ്നമുണ്ടല്ലോ, ലങ്സിന് ഹാർട്ടിൻ്റെ വാൽവിന് ചെറിയ പ്രശ്നമുണ്ടല്ലോ, അല്ലെ കാഴ്ചയ്ക്ക് ശകലം പ്രശ്നം വന്നല്ലോ. അതായത് ഇത് ഒരു വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഓരോ ഉഴപ്പന, അല്ലെങ്കിൽ എന്നുവെച്ചാൽ നമ്മൾ അതുകൊണ്ട് ഞാൻ ഉപദേശിക്കുന്നത്, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി നല്ലൊരു ഡയബറ്റോളജിസ്റ്റിനെ കാണണം. അദ്ദേഹം ചില നിർദ്ദേശങ്ങളൊക്കെ, അദ്ദേഹം ഇത് തന്നെ പറയും, നിങ്ങൾ ഗുളിക കഴിക്കാനൊന്നും പറയത്തില്ല, പക്ഷേ അതൊരു എക്സ്പേർട്ട് സ്പെഷ്യലിസ്റ്റാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സ് കമ്പൽസറി ആയിട്ട് കുറയ്ക്കണം. അതായത് ചോറ്, കപ്പ, കാച്ചിൽ, ദോശ, അപ്പം, ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ വീഡിയോ കിടപ്പുണ്ട് ഇതിനകത്ത്. പക്ഷെ ഇന്നത് പറയാൻ കാര്യം, എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട സുഹൃത്ത് അമേരിക്കയിലാണ്, കക്ഷിയുടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭവിഷ്യത്ത് ഞാൻ നിങ്ങളെ അറിയിക്കുക. ഒരു നോബിൾ ഫ്രണ്ടാണ് ഡയബറ്റിക്, പക്ഷേ സൂക്ഷിക്കണം, സൂക്ഷിച്ചാൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമുക്ക് ടാബ്ലറ്റോ എന്തെങ്കിലുമൊക്കെ തന്നാൽ അത് കഴിക്കണ്ട. പക്ഷേ എക്സർസൈസ് കമ്പൽസറിയാണ്. ഒരു 22 minutes നല്ല ഒരുമാതിരി സ്പീഡിൽ വിത്തൗട്ട് ബ്രേക്ക് നടക്കണം. കൂട്ടുകാരും കൂടി വർത്താനം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് 1 മണിക്കൂർ നടന്നിട്ട് ഒരു കാര്യമില്ല. കെട്ടിപ്പിടുത്തവും സംസാരമൊക്കെ നിങ്ങളുടെ ജീവിതത്തെ ഒത്തിരി മാറ്റിമറിക്കും. നല്ല സുഹൃത്ബന്ധം കിട്ടും, മനസ്സിന് സന്തോഷം വരും, അതൊക്കെ ചെയ്യാം. പക്ഷേ ഫിസിക്കലി നമ്മൾ നോക്കുമ്പം അതുപോലെ 22 minutes നമ്മൾ നടക്കണം വിത്തൗട്ട് എനി ബ്രേക്ക്. ഓക്കെ, പിന്നെ വി മസ്റ്റ് ഡു സം എക്സസൈസ് അക്കോർഡിംഗ് ടു യുവർ വിൽ ആൻഡ് വിഷ് ആൻഡ് പ്ലഷർ. ഞാൻ ചില എക്സസൈസ് സ്കൂളിൽ പഠിച്ചതൊക്കെ എന്നെ നമ്മുടെ PD ടീച്ചർ പഠിപ്പിച്ചാലൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ചിലതൊക്കെ ഓരോരുത്തർ ഇവിടെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാറ്. എന്തായാലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഷുഗർ താനേ പൊക്കും.
അത് നമ്മളെ ഇങ്ങനെ ഒരു കൂട്ടുകാരനായിട്ട് നിൽക്കും. എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിച്ച് സദ്യക്കൊക്കെ പോയി വാരി വലിച്ച് തിന്നാൻ പോകുമ്പോൾ ഒരു സിഗ്നൽ, നോ സർ, ഈറ്റ് ആസ് മച്ച് യു നീഡ് ഓൺലി, ഡോണ്ട് ടേക്ക് മോർ, നമ്മുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഐസ്ക്രീം ഒന്ന് കഴിച്ചാലോ, നോ സർ, ഐസ്ക്രീം വേണ്ട എന്ന് പറയും. അല്ല, നമ്മൾ ഓർക്കും അവിടെ ചെല്ലും വെൽക്കം ഡ്രിങ്ക് ഭയങ്കര മധുരമായിട്ടാണ് വെച്ചിരിക്കുന്നത്, നോ 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 നോ, വി ഡോണ്ട് നീഡ് ദാറ്റ് സർ, നമ്മുടെ മനസ്സ് തന്നെ പറയും. അപ്പോൾ ഇതൊരു നോബിൾ രോഗമാണെന്ന് ഞാൻ പറയാൻ കഴിയും, നമ്മളെ എങ്ങനെ കൺട്രോൾ ചെയ്യും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവർക്കോ, ഞാൻ എന്നെ സംബന്ധിച്ച് ഇഷ്ടം പോലെ വണ്ടി ഓടിക്കും, ഇൻ്റർസ്റ്റേറ്റ് വണ്ടി ഓടിക്കും, എവിടെ വേണേലും ഞാൻ പോവും, ഞാൻ ക്വൈറ്റ് കോൺഫിഡൻറ്റ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഇങ്ങനെ പാലിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ അതുകൊണ്ട് ഒരു നല്ല ഫിസിഷ്യൻ്റെ സേവനം ഉപയോഗപ്പെടുത്താതിരിക്കരുത്. കോൺസ്റ്റൻ്റ്ലി ഒരു ആദ്യമൊക്കെ 3 months 6 months, ഇപ്പോൾ എനിക്കൊക്കെ 1 year ചെന്നാലും മതി. പക്ഷേ ഈവൻ ഞാനൊരു 4-5 മാസം ആകുമ്പോൾ ചെല്ലും ഡോക്ടറെ അടുത്ത്, ഒരു 10 minute ഡിസ്കഷൻ, റിസൾട്ടൊക്കെ കാണിക്കും, അഡ്വൈസസ് തേടും, അങ്ങനെ വേണം. അല്ലാതെ എല്ലാം സ്വന്തം നിലയിൽ ചെയ്യാൻ പോകരുത്. കാരണം എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഒരു ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന ആൾ ഒരു ഇൻസുലിൻ പറ്റാതെ 2 3 പക്ഷേ ആൾ ഡോക്ടറെ കാണത്തില്ലായിരുന്നു. ഡോക്ടർ എപ്പോഴും പറയുന്നത് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം അയാൾ കിഡ്നി ഡാമേജായാണ് മരിക്കുന്നത്. അപ്പം അവർ ഡോക്ടറുടെ ഇൻസ്ട്രക്ഷനിൽ പോയിരുന്നെങ്കിൽ അങ്ങനെ വരത്തില്ലായിരുന്നു തന്നെ എൻ്റെ ഒരു വിശ്വാസം. കാരണം ഡയബറ്റിക് അത്ര വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, എനിഹൗ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും, ഞാൻ തന്നെ പറഞ്ഞാലും കേൾക്കാവൂ. ഒരു ഫിസിഷ്യൻ്റെ എക്സ്പെർട്ട് അഡ്വൈസ് തേടണം. ഇൻ ദ മീൻ ടൈം നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് മാത്രം നടത്തരുത്, ബ്ലഡ് ടെസ്റ്റ് ക്രിയാറ്റിനും കൂടെ ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് കൊളസ്ട്രോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഒരു കൊളസ്ട്രോൾ ചെക്കിങ് 6 മാസം കൂടുമ്പോൾ നടത്തണം. അങ്ങനെയൊക്കെ ചെയ്താൽ ഈ നമ്മളൊന്നും അറിയാതെ ബെഡിൽ കിടന്ന് മരിച്ചു പോകത്തില്ല, ഈ എന്നാ പറയുക കുഴഞ്ഞു വീണ് മരിക്കത്തില്ല. നമ്മളിങ്ങനെയൊക്കെ ചെക്ക് ചെയ്താൽ വൺസ് ഇൻ എ വൈൽ അത് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ സൈമൺ, യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളിതൊരു പോസിറ്റീവ് ചാനലാണ്. നെഗറ്റീവായൊരു ഫീലിങ്ങോ ആറ്റിറ്റ്യൂഡോ ജിയോമെട്രിക്കോ ഒന്നും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കത്തില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ.